അല്ല ലാല് എന്താണ് ചെയ്യാൻ പോണെന്നുള്ളത് ആർക്കും അറിയില്ല. എക്സാക്ട്ലി ഈ ഡയലോഗ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ ഇപ്പൊ ഒരു സീൻ കൊടുത്താല് ഈ ലാല് ഈ സീൻ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അത് അങ്ങോട്ട് കൊടുക്കും. അതേമാതിരി തന്നെയാണ് ഒടുവിലുണ്ണികൃഷ്ണൻ. അങ്ങനെയുള്ള ശങ്കരാടിയാനി ശരി, ഒടുവിലേട്ടൻ എന്നൊക്കെ പറഞ്ഞാല് ഒടുവിൽ ഇങ്ങനെ ഇത് വായിച്ചിട്ട് ഇത് ഇത്ര ഉള്ളൂ അവിടെ വയ്ക്കും പുള്ളി. പക്ഷേ പെർഫോമൻസ് വരുമ്പോ ഭയങ്കരമായിട്ട് മാറും. ലാലു അത് തന്നെയാണ്. ലാല് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആ സീൻ മാതിരി അല്ല ലാല് പെർഫോം ചെയ്യും. ലാല് തന്നെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇപ്പൊ മമ്മൂട്ടിക്കും കഴിവുണ്ട്, കഴിവില്ല എന്ന് ഞാൻ പറയില്ല, കഴിവുണ്ട് തീർച്ചയായിട്ടും. എനിക്കൊന്ന് ലാലേട്ടന്റെ മൂവി സർവകലാശാല, അതില് ലാലേട്ടൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര് വരുന്നത്. ആ ഒരു പടത്തിന് ശേഷമാണ് ഈ ഒരു പേര് പുള്ളിക്കാരന് വരുന്നത് തന്നെ. അപ്പൊ അന്ന് ലാലേട്ട മാപ്പ് എഴുതിയിട്ട് ഒരു പോസ്റ്റർ തന്നെ ഉണ്ടായില്ല, എല്ലാരും കൂടെ. ലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അടുത്ത് എന്തോ പ്രശ്നമായ അവസാനം അത് കോളേജിൽ നിന്ന് അയാളെ കളയുക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് ഓർമ്മയില്ല. സർവകലാശാല അടുത്തത് വേണുനാഗവള്ളിയായിരുന്നു, പാലക്കാട് ഷൂട്ട് ചെയ്ത പടം. അതിലവസാനം ലാലേട്ടന്റെ മാപ്പ് പറയണത് എഴുതി വെച്ചിരിക്കുകയാണ്, ലാലേട്ട മാപ്പ് എന്ന് വലിയൊരു ഒരു ബാനറാണ് തിരിച്ചത്. ആ ഒരു പടത്തിന് ശേഷമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു പേര് വരെ ആൾക്ക് വീഴുന്നതെന്നാണ് പറയപ്പെടുന്നത്. വരെ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ തുടക്കം നിങ്ങളായാലും ശരി, വയസ്സായ ലാലേട്ടനാണ്.